ആസ എന്ന കഥയുടെ ഒന്നാം ഭാഗം. ശാന്തമായ ഒരു പ്രഭാതത്തിൽ പതിവുപോലെ പത്രങ്ങളുമായി ധാമു ഓരോ വീടിന്റെയും വാതിലിൽ മുട്ടി. അവസാനം അവനെത്തിയത് കരുതൽ എന്ന അനാഥാലയത്തിന്റെ ഗേറ്റിനു മുന്നിലാണ്. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടാരം പോലെ സ്നേഹവും വാത്സല്യവും മാത്രം നിറച്ചൊഴുകുന്ന ഊർമിളാമ്മയുടെ ലോകം. എന്താ ഊർമിളാമ്മേ, പണിയാണോ? ഗേറ്റിനപ്പുറത്തുനിന്നുള്ള ധാമുവിന്റെ ശബ്ദം ഊർമിളയുടെ കാതുകളിൽ പതിഞ്ഞു. പൂച്ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു ഊർമിള. ചെടികൾക്ക് ഇച്ചിരി വെള്ളമൊഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. അവർ പുഞ്ചിരിയോടെ മറുപടി നൽകി. ഞാനെന്നാ അങ്ങ് പോയേക്കുവാ എന്നു പറഞ്ഞ് ധാമു തന്റെ കൈയിലെ പത്രം ഗേറ്റിൽ വെച്ച് അടുത്ത വീടുകളിലേക്ക് നടന്നു. ഊർമിള വീണ്ടും തന്റെ ചെടികളിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഊർമിളയ്ക്ക് 3 മക്കളായിരുന്നു. സ്വന്തം ചോരയിൽ പിറന്ന രാജുവും പ്രിയയും, പിന്നെ ഹൃദയത്തിൽ നിന്നും മുളച്ചുവന്ന മൈക്കിളും. രാജുവിന്റെ ഭാര്യ മഞ്ജു. കരുതൽ അനാഥാലയത്തിന് കുറച്ചൊന്നുമല്ല സ്വത്തുണ്ടായിരുന്നത്. ആ 10 ഏക്കർ ഭൂമി സ്വന്തമാക്കണമെന്ന ദുഷ്ടചിന്ത രാജുവിന്റെ മനസ്സിൽ ഒരു കരിങ്കളായി വളർന്നു. ഒരു പ്രഭാതത്തിൽ അവന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാതന്റെ വിളി വന്നു. ഹലോ. രാജു ഫോണെടുത്തു. ഹലോ രാജു, നിങ്ങൾക്കൊരു ഡീൽ തരട്ടെ? മറുതലയ്ക്കൽ നിന്നൊരു ചോദ്യം. നിങ്ങളാരാ? രാജുവിന്റെ സ്വരത്തിൽ സംശയം കലർന്നിരുന്നു. ഞാൻ ദേവി. നിങ്ങളുടെ അമ്മ നടത്തുന്ന കരുതൽ അനാഥാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ സ്ഥലം എനിക്കു വേണം. ദേവിയുടെ വാക്കുകളിൽ ഒരു ധാർഷ്ട്യം ഒളിപ്പിച്ചുവെച്ചിരുന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളാരാ? രാജു വീണ്ടും ചോദിച്ചു. എല്ലാം നിങ്ങൾ നാളെ അറിയും. ഇത്രയും പറഞ്ഞ് ദേവി ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ വീടിന്റെ തിണ്ണയിൽ പത്രം വായിക്കുകയായിരുന്ന രാജുവിന്റെ മുറ്റത്തേക്ക് ഒരു ആഡംബര കാർ വന്നു നിന്നു. അതിൽ നിന്നും തലമൊട്ടയടിച്ച വിലകൂടിയ വസ്ത്രങ്ങളണിഞ്ഞ ഒരാൾ ഇറങ്ങിവന്നു. ആരാണെന്നു മനസ്സിലാവാതെ രാജു അവനെ നോക്കി നിന്നു. ഞാൻ ദേവി. തന്റെ വരവ് ഒരു ചോദ്യചിഹ്നമാക്കാതെ ദേവി സ്വയം പരിചയപ്പെടുത്തി. ഇരിക്കു സാർ. രാജുവിന് ബഹുമാനം തോന്നി. ഈ ദേവി ഒരു കാര്യം കണ്ടു. അത് ദേവി ചോദിച്ചു. പക്ഷെ തന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ട കാര്യം എനിക്ക് വേണം. തന്റെ അമ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അനാഥാലയത്തിന്റെ 10 ഏക്കർ വരുന്ന നിരപ്പായ സ്ഥലം എനിക്ക് വേണം. അതിന് താൻ ഒരു നിമിത്തമാകണം. ദേവി തന്റെ കൈയിലിരുന്ന കട്ടിയുള്ള ഒരു പെട്ടി തുറന്നു കാണിച്ചുകൊണ്ട് തുടർന്നു. എത്ര വേണമെങ്കിലും തരും. ഞാൻ എന്താ ചെയ്യേണ്ടത്? രാജുവിന്റെ കണ്ണുകളിൽ അത്യാഗ്രഹം മിന്നി. അത് ഞാനീ ചെകുത്താനോട് പറയണോ? ദേവി ഒരു കുതന്ത്രച്ചിരിയോടെ ചോദിച്ചു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ദേവി ഊർമിളയുടെ വീട്ടിലെത്തി. എന്താ മോനെ, പതിവില്ലാത്ത ഇങ്ങോട്ടൊക്കെ? മകന്റെ അപ്രതീക്ഷിതമായ വരവിൽ ഊർമിള അത്ഭുതപ്പെട്ടു. എനിക്ക് ഇങ്ങോട്ട് മാത്രമല്ല, അമ്മയ്ക്കങ്ങോട്ടും വരാലോ. രാജുവിന്റെ മറുപടിയിൽ ഒരു കുറ്റബോധം ഒളിപ്പിച്ചുവെച്ചിരുന്നു. നീ വന്നതിന്റെ ഉദ്ദേശമെന്താ? ഊർമിളയുടെ ചോദ്യം കാര്യത്തിലേക്ക് കടന്നു. എനിക്ക് ഈയിടെയായി നല്ല കാലമല്ല. എന്റെ ബിസിനസ്സൊക്കെ നഷ്ടത്തിലാണ്. എന്റെ ഈയിടെ ഇറങ്ങിയ സിനിമകളും വിജയമല്ലായിരുന്നു. അങ്ങനെയും എനിക്ക് കുറേ പണം പോയി. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. രാജുവിന്റെ വാക്കുകളിൽ നിസ്സഹായത അഭിനയിച്ചു. നിന്റെ വീതം മൊത്തം തന്നു. ഇനി ഇവിടെ നിനക്കായി ഒന്നുമില്ല. ഊർമിളയുടെ സ്വരം കടുപ്പമേറിയതായിരുന്നു. കരുതലിന്റെ വകയിൽ ഒരു 10 ഏക്കർ ഭൂമിയില്ലേ? അത് എനിക്ക് തന്നാൽ ഞാനത് വിറ്റോളാം. ആ സ്ഥലത്തിന് നല്ല തുകയും കിട്ടും. രാജു തന്റെ ദുഷ്ടലാക്ക് വെളിപ്പെടുത്തി. ഓ, അതായിരുന്നു അപ്പോൾ കാര്യം. നീ ഇപ്പോൾ പറഞ്ഞ കാര്യം നടക്കത്തില്ല. ഊർമിള തീർത്തു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാനൊന്നു നോക്കട്ടെ, അത് മേടിച്ചെടുക്കാമെന്ന്. ദൃഢനിശ്ചയത്തോടെ രാജു അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ചില ദിവസങ്ങളിൽ ജോലിക്കാരുടെ കുറവ് വരുമ്പോൾ ഊർമിള രാത്രിയിൽ അനാഥാലയത്തിൽ തങ്ങാറുണ്ടായിരുന്നു. അങ്ങനെയൊരു രാത്രിയിൽ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഊർമിള ഒരു അസാധാരണമായ കാഴ്ച കണ്ടു. ചില കുട്ടികൾ ഒളിച്ചിരുന്ന് എന്തോ ഉപയോഗിക്കുന്നു. തന്റെ അറിവില്ലാതെ എന്തോ നടക്കുന്നുണ്ടെന്ന് ഊർമിളയുടെ മനസ്സ് മന്ത്രിച്ചു. അവർ തന്റെ സംശയം മകൾ പ്രിയയോട് പങ്കുവച്ചു. അമ്മയ്ക്ക് അതൊക്കെ തോന്നിയതായിരിക്കും. പ്രിയ അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഊർമിളയ്ക്ക് ഒരു വക്കീൽ നോട്ടീസ് ലഭിച്ചു. അത് വായിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. തന്റെ മകൻ രാജു അനാഥാലയത്തിന്റെ പേരിലുള്ള 10 ഏക്കർ ഭൂമിയുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള നോട്ടീസായിരുന്നു അത്. രാജു കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അത് നാളുകളോളം നീണ്ടുപോയി. ഒരു ദിവസം ഊർമിള അനാഥാലയത്തിന്റെ പരിസരത്തുനിന്ന് ചില വിചിത്രമായ ശബ്ദങ്ങൾ കേട്ട് പുറത്തിറങ്ങി നോക്കി. അനാഥാലയത്തിലെ ചില കുട്ടികൾ ഒരു വണ്ടിയിൽ കയറി എങ്ങോട്ടോ പോകുന്നു. ആ കാഴ്ച കണ്ട് ഊർമിള അമ്പരന്നു. ഉടൻ തന്നെ കുട്ടികൾ കിടക്കുന്ന മുറിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഭയത്തോടെ ഊർമിള തന്റെ മുറിയിൽ കാത്തിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആ വണ്ടിയിൽ തന്നെ കുട്ടികൾ തിരികെ വന്നു. ദിവസങ്ങൾ കടന്നുപോയി. രാജു കൊടുത്ത കേസിൽ ഊർമിളയ്ക്ക് അനുകൂല വിധി വന്നു. എന്നാൽ ഇതിന്റെ പിന്നിൽ മറ്റാരോ ചരടുവലിക്കുന്നുണ്ടെന്ന് ഊർമിളയ്ക്ക് തോന്നി. ഒരു വൈകുന്നേരം ഊർമിള തന്റെ വീടിന്റെ മുന്നിലെ കസേരയിൽ ചാരിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേലക്കാരി കാപ്പിയുമായി വന്നത്. ഊർമിളാമ്മേ, കാപ്പി. വേലക്കാരി സ്നേഹത്തോടെ വിളിച്ചു. ഊർമിള കാപ്പി വാങ്ങി. എന്താ ഊർമിളാമ്മേ ഒരു വിഷമം? വേലക്കാരിയുടെ ചോദ്യത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. എനിക്കൊരു സമാധാനമില്ല. ചില കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിനൊരു വിഷമം. ഞാനിപ്പോൾ ഒരു കൂട്ടം ചെകുത്താന്മാരുടെ ഇടയിലാണ്. ഊർമിള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എല്ലാം ശരിയാക്കും. വേലക്കാരി ഊർമിളയെ ആശ്വസിപ്പിച്ചു. അതെ, എല്ലാം ശരിയാക്കും. ഈ ചെകുത്താന്മാരോട് യുദ്ധം ചെയ്യാൻ അവൻ വരണം, മൈക്കിൾ. ഊർമിളയുടെ വാക്കുകളിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കം കാണാമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഊർമിളയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് നടന്നു. എന്നാൽ അവർക്കൊന്നും കണ്ടെത്താനായില്ല.
അനാഥാലയത്തിലെ കുട്ടികളുടെ കാര്യം ഊർമിള പ്രിയയോട് പറഞ്ഞു. അത് വല്ലോ പണിക്കാരുമായിരിക്കും, ആ പരിസരത്ത് പണിക്കുന്നവരായിരിക്കും. പ്രിയയുടെ മറുപടിയിൽ സംശയം ഒളിപ്പിച്ചുവച്ചിരുന്നു. അല്ല, ഇത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്, ഞാൻ കണ്ടതാണ്, ഇനി എന്തു ചെയ്യണമെന്നെനിക്കറിയാം. ഊർമിളയുടെ സ്വരത്തിൽ ദൃഢനിശ്ചയം നിറഞ്ഞുനിന്നു. അമ്മ എന്തു ചെയ്താലും ഞാനുണ്ടുകൂടെ, പ്രിയ അമ്മയ്ക്ക് ധൈര്യം നൽകി. സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. പെട്ടെന്ന് ഊർമിളയുടെ വീട്ടിലേക്ക് ഒരു കൂട്ടം ആളുകൾ അതിക്രമിച്ചു കയറി. ശബ്ദം കേട്ട് ഊർമിള ഹാളിലേക്ക് ഓടിവന്നു. അക്രമികളിൽ ഒരാൾ ഊർമിളയുടെ പിന്നിൽ ശക്തമായി അടിച്ചു. വേദനയോടെ നിലത്തുവീണ ഊർമിളയെ അവർ മുടിക്കുത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മറ്റൊരാൾ വടികൊണ്ട് ഊർമിളയുടെ വയറ്റിൽ ആഞ്ഞടിച്ചു. ഊർമിള വേദനകൊണ്ട് പുളഞ്ഞു. അവരവളെ ബലമായി പിടിച്ചു നിർത്തി. അപ്പോഴാണ് പ്രിയയെ അവർ വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. മോളെ! ഊർമിളയുടെ നിലവിളി ആ രാത്രിയുടെ നിശ്ശബ്ദതയെ ഭേദിച്ചു. പ്രിയയെ അവർ ഒരു കസേരയിലിരുത്തി. ഒരു അക്രമി ഊർമിളയ്ക്ക് നേരെ കത്തിയോങ്ങി. കൂട്ടത്തിലൊരാൾ അത് വാങ്ങി ഊർമിളയുടെ കഴുത്തിൽ വെച്ചു. പെട്ടെന്നെവിടെ നിന്നോ ഒരു വെടിയൊച്ച കേട്ടു. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ഊർമിളയുടെ കഴുത്തിൽ കത്തിവെച്ച അക്രമി വെടിയേറ്റ് നിലത്തുകിടക്കുന്നു. തൊട്ടുപിന്നാലെ തോക്കുധാരികളായൊരു സംഘം വീട്ടിലേക്ക് പാഞ്ഞുവന്ന് മറ്റുള്ള അക്രമികളെ വെടിവെച്ചു വീഴ്ത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഊർമിളയും പ്രിയയും പരസ്പരം നോക്കി. അപ്പോഴാണ് വീടിന്റെ മുന്നിലൊരു കാർ വന്നു നിന്നത്. തോക്കുധാരികളിൽ ഒരാൾ കാറിന്റെ വാതിൽ തുറന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് പ്രിയയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. മൈക്കിൾ!